ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ ഹോം വോയിസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് കാണും. അതെല്ലാം ഒന്ന് ക്ഷമിച്ച് തന്നേക്കണം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. ആലപ്പുഴയിൽ മാവേലിക്കര ചുറ്റുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് തിരിച്ച് ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, അല്ലെങ്കിൽ എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. പക്ഷേ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ രാവിലെ ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പയ്യെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. കുറേ നാളിന് ശേഷമാണ് പൊന്നാരം തൊട്ട് അമ്പലം വഴി കയറുന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇതാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് പാർക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ലേറ്റാണെന്നുള്ള കാര്യം. പിന്നെ പോസ്റ്റ് ആകണ്ടെന്ന് കരുതി വണ്ടി എടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയത് കൃഷ്ണസ്വാമി അമ്പലത്തിൻ്റെ ബാക്ക് വശത്തുള്ള നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെയും ഗേൾസ് സ്കൂളിൻ്റെയും സെൻട്രലായിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു കടയിലാണ്. അവിടെ സ്പെഷ്യലെന്ന് പറയുന്ന ലൈം, അതായത് പൈനാപ്പിൾ ക്യാരറ്റ് കൊണ്ടുള്ള ലൈമാണ്. നേരത്തെ ഇതിന് 25 രൂപയായിരുന്നു, ഇപ്പോൾ 30 രൂപയാണ്. അങ്ങനെ ജ്യൂസൊക്കെ നമ്മൾ അകത്താക്കി നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ എത്തി. പിന്നെ നേരെ ട്രെയിനിലേക്ക് കയറി. പിന്നെ നമ്മുടെ മാവേലിക്കര സ്റ്റേഷനിൽ ട്രെയിൻ ആകെ 1 മിനിറ്റ് ഉള്ളതുകൊണ്ട് ആ 1 മിനിറ്റിനും വളരെയധികം വിലപ്പെട്ടതായതുകൊണ്ടും ഞാൻ പോകുന്നതിന് മുമ്പ് ആ സ്ഥലം വിട്ടു. അങ്ങനെ നമ്മൾ മാവേലിക്കര സ്റ്റേഷനോട് ബൈ പറഞ്ഞ് നേരെ തൃശ്ശൂരിലേക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉറക്കം പണ്ടേ എനിക്കൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയുണ്ട് ഞാൻ ഇറങ്ങി. പിന്നെ എണീക്കുന്നത് എറണാകുളത്ത് വന്നപ്പോഴാണ്. അതും ഒരു ബംഗാൾ ചേട്ടൻ്റെ ശബ്ദം കിട്ടി. എണീച്ച് നോക്കിയപ്പോഴോ ചായയും വടിയും. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു വട്ടൻ ചട്നി വാങ്ങിച്ച് അതും കഴിച്ച് അടുത്ത ഉറക്കവും പാസ്സാക്കി. ഫൈനലി നമ്മൾ തൃശ്ശൂർ എത്തി. നേരെ ഞാൻ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും അനിയൻ അവിടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കരോൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്ന് ചോറും ബീഫ് കറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ഡബ്ലോളിക്ക് ഉപ്പിലിട്ടതും നാരങ്ങ അച്ചാറും കൂട്ടി ഒരു ഊണും പാസ്സാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി അടുത്ത ഉറക്കത്തിനായിട്ട്. പിന്നെ പൊതുവേ ഞാൻ സ്കിൻ കെയർ ഒന്നും അധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വെറ്റ് വൈപ്സ് വെച്ച് തുടച്ച് എന്നിട്ട് ലിപ് ബാം ഇട്ടിട്ട് കിടക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഫ്രണ്ട്സ്, ബൈ.